അള്ളാഹു ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ റമളാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇന്നലെ പകുതിക്ക് വെച്ച കാര്യങ്ങൾ ഇന്ന് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൽമ് എത്ര കേട്ടാലും പറഞ്ഞാലും തീരൂല. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ജീവിതത്തിൻ്റെ കൂടുതൽ സമയം ഇൽമ പഠിക്കാനാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, അവർ മരണസമയത്ത് വരെ കിതാബ് നോക്കുകയും ഇൽമ പഠിക്കുകയും ചെയ്തവരാണ്. എപ്പോഴും ഇൽമിനെ സ്നേഹിക്കുന്നത്, ഇൽമ പഠിക്കുന്നത് ഈമാനോടെ മരിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ളയുടെ ഫത്ഹുൽ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതിനർത്ഥം എപ്പോഴും ഇൽമ പഠിക്കുന്ന ഒരു ശൈലി ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് എത്ര പ്രായമായാലും ജോലി തിരക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ സമയം ഇൽമ പഠിക്കാൻ കണ്ടെത്തണം. ഒരു മഹാൻ വഫാത്തായതിനു ശേഷം ആ മഹാൻ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ല തന്നെ. മരണവേദന എങ്ങനെ ഉണ്ടായിരുന്നു? മരണവേദന എന്താ സാധനം? മരിക്കുമ്പോഴുള്ളൊരു വേദനയില്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു? മരണവേദന. എന്ത് മരണവേദന? മരിക്കുമ്പോ റൂഹ് പിടിക്കുന്ന സമയത്ത് വേദന ഉണ്ട് എന്നുണ്ടല്ലോ, അതെ, അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മരണവേദന. ഇയാളിങ്ങനെ തിരിച്ചു ചോദിക്കുക, ഈ മഹാൻ ചോദിക്കുക, എന്ത് മരണവേദന? ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല. അതെന്തേ? കുന്തു അതഅമലു മസ്അലതൻ, ഞാൻ ഒരു മസ്അല ചിന്തിക്കുകയായിരുന്നു, ഒരു മസ്അല ഇൽമ ചിന്തിക്കുകയായിരുന്നു. ആ സമയത്ത് അസ്റായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് പോയി. വലം അഷ്ഉർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ത് മരണവേദന? അതാണ് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനം. എപ്പോഴും പഠിക്കണം. ശരിക്കും നമ്മൾ ആ 4, 5, 6 ക്ലാസ്സിൽ മദ്രസയിൽ നിന്ന് ഒഴിവായതിനു ശേഷം കാര്യമായിട്ട് എപ്പോഴാണ് കുത്തിയിരുന്ന് പഠിച്ചത്? ആ പഠിച്ചത് ശരിക്കും ഓർമ്മ ഉണ്ടാവുമോ? SYSന്റെ അസുഫ ദർസ് നമ്മുടെ നാടുകളിലൊക്കെ സജീവാക്കണം. SSFന്റെ കുട്ടികൾക്കാണെങ്കിൽ നിരന്തരം ക്യാമ്പുകളുണ്ട്, വ്യത്യസ്ത പേരുകളിലായിട്ട്. നേരെ ചിലപ്പോൾ ആദർശ പഠനം, സമസ്ത വിശദീകരണം ഒന്നും പദ്ധതിക്ക് പേരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ചിന്തിക്കും, ഈ SSFന്റെ കുട്ടികളെല്ലാം പഴയ സമസ്തന്റെ ചരിത്രമൊക്കെ പഠിക്കുന്നുണ്ടോ? ആദർശമൊക്കെ ഉണ്ടോ? പണ്ടൊക്കെ നമ്മളൊക്കെ ഉണ്ടാവുമ്പോൾ സജീവമാണല്ലോ. SSFന്റെ പദ്ധതികളുടെ പേര് മാത്രം കേട്ടുപോയാൽ പോരാ, ഈ പേരിന്റെ പൊരുളും കൂടി നമ്മൾ പഠിച്ചാൽ ആദർശ പഠനമുണ്ട്, സംഘടനാ പഠനമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ പ്രൊഫഷണൽ കുട്ടികൾക്ക് ആത്മീയ മജ്ലിസാണ്, പേരോട് ഉസ്താദിന്റെ വഴലുണ്ട്, ഖലീൽ തങ്ങൾ ഉപ്പാപ്പന്റെ ദുആ ഉണ്ട് എന്ന് പറഞ്ഞ ഡോക്ടർമാർ വരുമോ? ഇല്ല. അപ്പൊ അവർക്ക് SSF സംഘടിപ്പിക്കുന്ന പരിപാടി പ്രോഫ് സമ്മിറ്റ് എന്നാണ്. നമ്മൾ അവരോട് പറയല്, പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗാദറിംഗ് ആസ് നെയ്മഡ് പ്രോഫ് സമ്മിറ്റ്, ഇറ്റ് വിൽ ബി കണ്ടക്ട് മുഹിമ്മാത്ത് എന്ന് പറയും. അപ്പൊ ഒരു വന്നാലുണ്ടായാലും ഖലീൽ തങ്ങളുടെ ദുആവും നെയ്മിസ്തന്റെ വയലൊക്കെ തന്നെ ഉണ്ടാവില്ലേ? അപ്പൊ പദ്ധതികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളത് നടപ്പാക്കിയാൽ മതി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മൾ നന്നായി പഠിക്കണം. എത്ര പഠിച്ചാലും തീരൂല. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മരണാസന്നമായ അസുഖത്തിലായപ്പോൾ ഒരാൾ കാണാൻ ചെന്നു. ആ സമയത്ത് മഹാൻ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണ് ചർച്ച ചെയ്യണത്. അപ്പൊ കാണാൻ വന്ന ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ, ഈ സമയത്താണോ ഈ മസ്അല ചർച്ച ചെയ്യണത്? അതിന് മഹാൻ നൽകിയ മറുപടി, ഈ സമയത്ത് തന്നെയല്ലേ ഇത് ചർച്ച ചെയ്യേണ്ടത്. ഈ ചർച്ച കഴിഞ്ഞ്
കാണാൻ വന്ന ആള് വാതിലിന്റെ അടുത്ത് എത്തിയപ്പോൾ ആ മഹാൻ വഫാത്തായി. അങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ട്. 120 മഹാന്മാരുടെ ചരിത്രം പറയുന്ന ഒരു കിതാബുണ്ട്. എന്താ കിതാബിന്റെ പ്രമേയം എന്നറിയോ? മരണസമയത്തു പോലും ഇൽമിന്റെ ലോകത്ത് സജീവമായ മഹാന്മാർ. ഒരു കിതാബിലെ വിഷയം തന്നെ അതാ. അപ്പൊ നമ്മളൊക്കെ പഠിക്കണം. ഇന്നലെ പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ച ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇന്നത് തീരുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ പലരുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന 8 കാര്യങ്ങളിലെ 4 കാര്യങ്ങളെയാണ് ഇന്നലെ സൂചിപ്പിച്ചത്. 4ാമത്തേത് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് ഹുബ്ബുദ് ദുനിയ എന്നുള്ളതാണ്. ദുനിയാവ് ആഖിറത്തിനേക്കാൾ പ്രേമിച്ചാൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ദുനിയാവ് തലയിൽ കയറിയാൽ പിന്നെ ആഖിറം ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആഖിറത്തിന്റെ അഹിലുകാരോടൊക്കെ വെറുപ്പായിരിക്കും. വെറും പിരിവ്. ഞാൻ ആ പള്ളി പോക്കില്ല, മൂത്രമൊഴിച്ചിട്ട് കഴുകില്ല എന്ന് പറയുന്ന പോലെയാണ് സ്വതക്ക ചെയ്യല്ല എന്ന് പറയുന്നത്. സ്വതക്ക ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ദോഷം പൊറുക്കണ സാധന. ഞാൻ മൂത്രമൊഴിച്ച കഴുകലൊന്നുമില്ല പൊതുവെ, ഞാൻ പിന്നെ അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ ഞാൻ പൊതുവെ സ്വതക്കൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ആരെങ്കിലും പിരിവിന് വന്നാൽ, കളക്ഷന് വന്നാൽ, വരുന്ന കാണുമ്പോൾ തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയത്രേ, എന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന ആള് വരുന്നുണ്ടല്ലോ, മർഹബൻ, വാം വെൽക്കം, വരീൻ. അല്ലാണ്ട് എന്തല്ല മോനോട് ഉപ്പില്ല എന്ന് പറയണേ, അങ്ങനല്ല. ഞാൻ ആ പള്ളിയിൽ പോകില്ല, വേറും പിരിവ്. മരിക്കുന്നവരല്ലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ, മരിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല. അൽഹാക്കും മുത്തക്കാസുർ, ദുനിയാവ് ഒരുമിച്ച് കൂട്ടലൊക്കെ, എന്നിട്ട് അക്കൗണ്ടിൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് വെക്കലും, പോക്കറ്റ് വീർപ്പിച്ച് വെക്കലും, ലോക്കറിൽ വെക്കലൊക്കെ എത്ര വരെ ഉണ്ടാവുള്ളൂ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തുന്നവരെ ഉണ്ടാവുള്ളൂ. ഖബറിൽ പോകുമ്പം ഉള്ള ഡ്രസ്സില് കഫം പുടക്ക് കീശയില്ലാത്തോണ്ട് 2ഉം 3ഉം ഫോണും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അലിക്കത്തുണ്ടല്ലോ ചെവിയിൽ കുറെ ഉള്ള സ്വർണം ഉമ്മാമ്മമാരുടെ, അതെല്ലാം അനന്തരാവകാശികൾ പൊരിച്ചെടുക്കും. ലാസ്റ്റ് 83 വയസ്സിൽ മരിച്ച ഉമ്മാമ്മന്റെ ചെവിയുടെ ദ്വാരം വലുതായി. അത്രയും കൊല്ലങ്ങൾ സ്വർണം കെട്ടിയിട്ട് എല്ലാം പൊരിച്ചെടുത്തെടുത്തെടുത്ത് ലാസ്റ്റത്തെ ഒരു സ്വർണം എടുക്കാൻ കഴിയുന്നില്ല. പേരക്കുട്ടികൾ ഫാത്തിമയും ആയിഷെല്ലാം വിചാരിക്കോ, മാമ പാവല്ല ഒരു സ്വർണം ഉണ്ടായിക്കോട്ടെ, ഒരു കമ്പി എടുത്തിട്ടെങ്കിലും പൊരിച്ചെടുത്തിട്ടേ കഫംപുടയിൽ കൊണ്ടുപോകുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഖബറിൽ വെളിച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ സ്വതക്ക ചെയ്യണം. ബാക്കിയുള്ള അനന്തരാവകാശികളുടെ കാര്യം നമുക്ക് ഉറപ്പിച്ചുകൂടാ. അതാണ് പറയണത്, ദുനിയാവിനോട് ഹുബ്ബ് കൂടിയാൽ ആഖിറം മറക്കും, ആഖിറത്തിന്റെ അഹ്ലുകാരോട് വെറുപ്പുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പിരിവെടുക്കുന്നതൊന്നും ചിലർക്ക് ഇഷ്ടമല്ലാത്തത്. അവിടെ ഉദാഹരണം പറയുന്നത് ബൽഅമു ബിൻ ബഅൂറ എന്ന് പറയുന്ന ആളെയാണ്. ബൽഅമു ബിൻ ബഅൂറ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. മൂപ്പരുടെ വായിൽ നിന്ന് വീഴുന്ന ഇൽമ എഴുതി വെക്കാൻ വേണ്ടി മാത്രം 12,000 മഷിക്കുപ്പികൾ മൂപ്പരുടെ സദസ്സിൽ ഉണ്ടായിരുന്നു. അവസാന ആഖിബത്ത് ചീത്തയായിട്ട് മൂപ്പര് മരിച്ചു. കാരണം ദുനിയാവിനോട് ഹുബ്ബ് തലയിൽ കയറിയപ്പോൾ ആഖിറം മറന്നുപോയി. അവിടെ ഉദാഹരണം മറ്റൊരാളെ പറയുന്നത് ഖാറൂൻ മുതലാളിയെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബക്കാരായിരുന്നു ഈ ഖാറൂൻ മുതലാളി. പാടു ദരിദ്രനായിരുന്നു. ഇടക്കിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മൂപ്പര് വന്നിട്ട് പറയും, എനിക്ക് കുറച്ച് ദുനിയാവ് കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം. വേണ്ട ഖാറൂനെ, ദുനിയാവ് കിട്ടിയവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ലോകത്ത് അള്ളാഹു ഒരു കാര്യം സൃഷ്ടിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത സാധനം ഉണ്ടെങ്കിൽ ദുനിയാവേ ഉള്ളൂ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇല്ലാന്ന് പറയുന്നവർക്ക് ആ ദുനിയാവ് കൂടുതൽ ഉണ്ടാവുക ഭൂമിയിൽ. കണ്ടോ? അതുകൊണ്ട് ഖാറൂനെ, ആ പണിക്ക് നീ നിൽക്കണ്ട. എനിക്ക് ദ്വാരക്കുന്നതായിട്ട് മടിയായിട്ടല്ല, നിന്റെ ആഖിറം നഷ്ടപ്പെടുന്നോണ്ടാണ്. അതുകൊണ്ട് ദുനിയാവ് വേണ്ട. മൂപ്പരാണ് ഇടക്കിടെ വന്നിട്ട് പറയും, കുറച്ചെന്തായാലും കിട്ടണം, 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, കഷ്ടപ്പാട് തീരാനാണ്. മൂപ്പരുടെ ഈ പൊറുതികേട് വർത്തമാനം കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ലാസ്റ്റ് ദ്വാരന്നു കൊടുത്തു. മൂപ്പരിക്ക് നല്ല സമ്പത്ത് കിട്ടി. സമ്പത്തൊക്കെ കൂടിയാൽ പിന്നെ സക്കാത്ത് കൊടുക്കണമല്ലോ.
മൂസാ നബി അലൈഹി സ്വലാം ആളെ അയച്ചു സക്കാത്ത് കൊടുക്കണമെന്ന് മുന്നറിയിപ്പ് പോയിട്ട്. അപ്പൊ അയാള് ഡയലോഗ് കുറച്ച് പൈസയും ബിസിനസ് എല്ലാം ആകുമ്പോ തുടങ്ങി പിരിവോടെ പിരിവ്. ഇനി അല്ലേ ഒരു ഡയലോഗ് തുടങ്ങി. പഴയ വന്ന വഴിയൊക്കെ മറന്നുപോയി. സക്കാത്ത് നിഷേധിച്ചു. സക്കാത്ത് കൊടുക്കാത്ത ആളുടെ നിസ്കാരം സ്വീകരിക്കൂല. സക്കാത്ത് കൊടുക്കാത്ത ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബർ ഉടനെ തന്നെ ശിക്ഷ തുടങ്ങും. ഒരു ഡിലേ ആവലുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടു. അയാൾ മരണപ്പെട്ടപ്പോൾ അയാളെ ഖബറടക്കുന്ന നേരത്ത് ഖബറിന്റെ ഉള്ളിൽ വലിയൊരു പാമ്പ്. അർബഈൻ നവവിയുടെ വ്യാഖ്യാനത്തിൽ കാണാം ഈ ചരിത്രം. ആ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പാമ്പ് പോകുന്നില്ല. വേറെ ഖബർ ഒഴിച്ചു. ആ ഖബറിലുണ്ട് പാമ്പ്. ഓടിക്കാൻ ശ്രമിച്ചിട്ട് പോണില്ല. അങ്ങനെ 7 ഖബർ ഒഴിച്ചു. 7 ഖബറിലും സെയിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഫത്വ ചോദിച്ചു ആൾക്കാർ. ഇബ്നു അബ്ബാസ് തങ്ങൾ ഒറ്റയടിക്ക് തിരിച്ചു ചോദിച്ചു, എന്താ അറിയോ, സക്കാത്ത് നിഷേധിച്ച ആളാണോ? അല്ല. സക്കാത്ത് കൊടുക്കാത്ത ആളാണോ ഇവര്? അതെ. എന്നാ പിന്നെ 100 ഖബർ ഒഴിച്ചിട്ടും കാര്യമില്ല, അവിടെ എല്ലാം പാമ്പുണ്ടാവും. വല്ലദീന യക്നസൂന ദഹബ വൽ ഫിദ്ദ, സക്കാത്ത് കൊടുക്കാതെ പൂജിച്ചിട്ട് സമ്പത്ത് വെച്ചാൽ ആ സമ്പത്തൊക്കെ പാമ്പായി മാറി അയാളെ ശിക്ഷിക്കും. അയാളെ പാമ്പോട് കൂടി കബറടക്കലല്ലാണ്ട് വേറെ പരിഹാരമില്ല. കുറിക്ക് സക്കാത്തുണ്ട് സമയമായാല്. പൊട്ടിയ സ്വർണങ്ങൾ 10.5 പവന്റെ മേലെ ആയാൽ സക്കാത്തുണ്ട്. അത് ലോക്കറിൽ വെച്ചാലും അല്ലെങ്കിലും. ചെറിയ ഷോപ്പുകാർക്കാണെങ്കിലും സമയം ആയി നിസ്വാബെത്തിയാൽ സക്കാത്തുണ്ട്. സക്കാത്തിന്റെ മസാലകൾ നമ്മൾ കൃത്യം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരാൾ കൃത്യം നിസ്കരിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറില്ലെങ്കിൽ അയാളെ സക്കാത്ത് സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കാറില്ലെങ്കിൽ അയാളെ നിസ്കാരം സ്വീകരിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു അധിക സ്ഥലത്തും നിസ്കാരം പറഞ്ഞ ഉടനെ തന്നെ സക്കാത്ത് പറയും. പറയും എന്തിനാ? നിസ്കരിക്കുന്നുണ്ടോ ഒരാൾ കൃത്യം, സക്കാത്ത് കൊടുക്കാറില്ല. ചിലയാളെ വിചാരം റമളാനിലാ സക്കാത്ത് കൊടുക്കേണ്ടിയെന്നോ. കൊല്ലായ സക്കാത്ത് കൊടുക്കണം. അത് റബീഉൽ അവ്വലായാലും ശരി, റബീഉൽ ആഖിറായാലും ശരി, ശഅബാൻ ആയാലും ശരി. സക്കാത്ത് പിന്തിക്കൽ ഹറാമാണ്, വൻദോഷ. അവൻ ആഖിറത്തിൽ കുടുങ്ങും. ഖാറൂന് സക്കാത്ത് കൊടുക്കണില്ല. മാത്രല്ല മൂസാ നബിക്കെതിരെ ഒരു ആരോപണം മൂപ്പര് ഉന്നയിച്ചു. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ട സ്വത്ത് മുഴുവൻ തരാം, നീ മൂസാ നബി നിന്നെ വൃത്തികേടിന് നിർബന്ധിച്ചു ചെയ്തു എന്നൊക്കെ ഒന്ന് എല്ലാരും മുമ്പെന്ന് പറയണമെന്ന്. ഓ ഞാൻ പറയാം. ഒരാൾക്കെതിരെ ദേഷ്യം തീർക്കാൻ ഇപ്പൊ പോക്സോ കേസുകളാണ് കൂടുതൽ ഉപയോഗിക്കല്. മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ഈ ആരോപണം വന്നപ്പോ മൂസാ നബി എല്ലാരും മുമ്പിൽ ഹാജരായി. ആ പെണ്ണിനോട് ചോദിച്ചു, ഞാൻ നിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. ഖാറൂൻ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അത് ഒരു ഈമാനിന്റെ ഹൈബത്തോണ്ട് ചിലപ്പം ചൂളിപ്പോവും. അന്നാണ് ഖാറൂന് ശിക്ഷ ഇറങ്ങിയത്, ഭൂമിയിലേക്ക് ആണ്ടുപോയി. ഇപ്പോഴും ഖാറൂൻ ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഭൂമി വിഴുങ്ങി. ദുനിയാവിനോട് ഹബ്ബ് കയറിയപ്പോൾ ബന്ധവും മറന്ന്, സ്നേഹവും മറന്ന്, ഇബാദത്തും മറന്നു. നബിയാണെന്നുള്ളത് പോലും, മൂസാ നബിയോടുള്ള ബഹുമാനം എല്ലാം പോയി. അത് ദുനിയാവ് തലയിൽ കയറിയാൽ സംഭവിക്കണത്. അതുകൊണ്ടാണ് ചില ആൾക്കാര് ഖത്തറിൽ പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പൊക്കെ ശിർക്കാവുന്നതാണ്. 4 ദീനാറും 4 ചില്ലറെല്ലാം കിട്ടുമ്പോഴേക്ക് ശിർക്കാവും. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ദോഹ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലിനെ കണ്ടിട്ടല്ല, മറിച്ച് റൂംമേറ്റ്സിൽ ഏതെങ്കിലും ഒരുത്ത മുജാഹിദാരനായിട്ടുണ്ടാവും. അതാണ് അതിന്റെ സംഭവം. ഹദീസിൽ കാണാം, ദുനിയാവ് അവർക്ക് കുറച്ച് വന്നാൽ വസബ അലൈഹി, അതിൽ ജമ്പ് ചെയ്ത് പിന്നെ ആഖിറം മറക്കും. നിങ്ങളെ പരിപാടിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിന്റെ കാര്യം ഇങ്ങനെ പറയാനുണ്ടാവും. എപ്പോഴാ ഈ ദുനിയാവ് ഉണ്ടാക്കിയിട്ട് തീർക്കല്? എപ്പോഴേ ഇത് നിർത്തുക? ദുനിയാവോടെ ദുനിയാവ്. അങ്ങനെ ആഖിറം മറക്കുന്ന രീതിയിൽ ദുനിയാവിനെ പ്രേമിച്ചാൽ അയാളുടെ ആഖിറം നഷ്ടപ്പെടും. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്, എടാ മോനെ, ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ നോക്കിയാൽ നിനക്ക് ദുനിയാവും അല്ലാഹു തരും, ആഖിറവും തരും. അതേസമയം ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാൽ ദുനിയാവും ഉണ്ടാവില്ല, ആഖിറവും ഉണ്ടാവില്ല.
ഉദാഹരണം പറഞ്ഞാൽ മക്കളെ നല്ല ആലിമീങ്ങളാക്കി, മക്കളെന്ന ദുനിയാവിനെ കൊണ്ട് ആഖിറം കിട്ടണം എന്ന് വിചാരിച്ച് ആ മക്കള് ദുനിയാവിലും ഉപകാരം ഉണ്ടാവും, ആഖിറത്തിൽ ശഫാഅത്തിനും ഉണ്ടാവും. ഒരു ആലിമ് ഒരു ഹാഫിള് കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന പോലെ ഒരു എഞ്ചിനീയറിനും ഡോക്ടർക്കും കഴിയൂല, ഒരു മുതലാളിക്കും കഴിയൂല. നേരെ മറിച്ച് ദുനിയാവായ മക്കളെ കൊണ്ട് ആഖിറം വാങ്ങാതെ ദുനിയാവ് കിട്ടണം എന്ന് ചിന്തിച്ച് മദ്രസയും മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ല, ഡിഗ്രിയും PGയും വലിയ വലിയ ലക്ഷങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ച് കോഴ്സുകളാകുന്ന മുഴുവൻ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളും പഠിപ്പിച്ചാൽ നേരെ ഉൾട്ടയായി മാറും. എന്താ, ഈ ഉപ്പിയുമ്മയും കുറച്ച് വലുതായാൽ ഉപ്പിയുമ്മയും മാത്രം ഈ 4-5 അറ്റാച്ച്ഡ് ബാത്റൂം AC ഉള്ള റൂമിൽ ഇവർ മാത്രം ജീവിക്കേണ്ടി വരും. 5 മക്കൾ വിത്ത് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരോടൊന്നിച്ച് ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ, സൗദിയിൽ താമസിക്കാം. എടാ, ഉമ്മാക്ക് സുഖമില്ല തീരെ, ഒരു കട്ടൻ ചായ പോലും ആക്കിത്തരാൻ ഉപ്പാക്ക് കഴിയുന്നില്ല, നീ വരുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യനെങ്കിലും അയച്ചൂടെ ഒന്ന് ഒരു സഹായത്തിന്. അപ്പോൾ എൻ്റെ ഡയലോഗ് ഓള് പറയുന്നു, മിസ്സിങ് നിങ്ങില്ലാണ് ഞാനെങ്ങനെ പോവാന്ന്. ഈ മക്കളടുത്ത് നിങ്ങളെന്തോ ആഗ്രഹിച്ചിട്ടില്ലേ? B.Pharm ചേർക്കുമ്പോൾ, ഫാംഡിക്ക് ചേർക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ ഇല്ലേ? ദുനിയാവും കിട്ടൂല, ആഖിറും കിട്ടൂല. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഓൾഡ് ഏജ് ഹോംസുകൾ കൂടുതലാണ്, വൃദ്ധസദനങ്ങൾ. ഓരോരുത്തരുടെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറുക. 2 നില വീട്, എല്ലാ റൂമിലും AC ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, ഉമ്മയും മാത്രം താമസിക്കാം. പിന്നെ മുറ്റത്തുള്ള ചെടി വൃത്തിയാക്കാനൊക്കെ ഒരു പണിക്കാരത്തി ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. അതിലപ്പുറം ആരും കിട്ടണില്ല. മക്കളെ ആഖിറത്തിൽ കിട്ടണില്ല എന്നല്ല, ദുനിയാവ് തന്നെ കിട്ടൂല. കാരണം മക്കൾക്ക് ആഖിറം കൊടുത്തിട്ടില്ല, അതാ പ്രശ്നം. അതാണ് പ്രശ്നം. നമ്മൾ മക്കളെ കൊണ്ട് സമ്പത്ത് കൊണ്ട് ആഖിറം വാങ്ങാൻ നോക്കി, ദുനിയാവും അല്ലാഹു തരും, ആഖിറവും തരും. ഒരാലിമ് കൈപിടിക്കുന്ന പോലെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി അത് ദുനിയാവിലും നോക്കിക്കോളി. 4 മക്കളിൽ ഒരാൾ ആലിമാണെങ്കിൽ ആ ആലിമ് എപ്പോഴും ഉപ്പാനുമാനും പരിചരിക്കാൻ മുമ്പന്തിയിലുണ്ടാവും. കാശ് കുറക്കുകയാണെങ്കിലും ഹിദ്മത്തിന് ആ മോനുണ്ടാവും അവിടെ. അവനറിയാം ഉപ്പന്റെ ഉമ്മന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് എനിക്കറിയാം. ആ ബോധം ഡിഗ്രിയിലൂടെ കിട്ടൂല, PGയിലൂടെ കിട്ടൂല. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലത്തിലൂടെ ആപ്പിള് താഴേക്ക് വീണുന്നേ സയൻസ് പഠിപ്പിക്കുള്ളൂ. വീണ ആപ്പിൾ എന്റേതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് എന്നെ കൊടുക്കണമെന്നും ഇനി എന്റേതാണെങ്കിൽ അപ്പുറത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നും സയൻസ് ഒരിക്കലും പഠിപ്പിക്കൂല. അത് മതം പഠിച്ചിട്ട് കിട്ടുന്നത്, അത്രേ കിട്ടുള്ളൂ. അതിന് മതം ഉണ്ടാവണം.